ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് തലേ ദിവസം ബാക്കി വന്ന ചോറ് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മളത് ചോറ് വയ്ക്കുമ്പോൾ ഫ്രീസറിലേക്ക് വെക്കണം. എന്നിട്ട് ഈ ഫ്രീസറിൽ വെച്ച ചോറ് നമുക്ക് രാവിലെ പുട്ടുണ്ടാക്കാനാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടാവണം. അങ്ങനെ പുറത്ത് വെച്ച ചോറാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് കട്ടയുണ്ടാവും, ബാക്കി ഇങ്ങനെ കട്ടയൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിടണം. ഈ വെള്ളം ഒഴിച്ചിട്ടിട്ട് നമ്മളത് നന്നായിട്ട് 2 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്തിട്ട് ഈ കൈ വെച്ചിട്ട് നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ചോറെന്നുള്ള കൺസിസ്റ്റൻസി മാറിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു പൊങ്ങ് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ചോറ് പോലെ ആയിരിക്കില്ല പിന്നെ അതിരിക്കണത്, ഇങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ ഒരു ഒട്ടും ഇങ്ങനെ സ്പോഞ്ച് പോലെ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും, പൊങ്ങ് പോലെ ഇങ്ങനെ ഇരിക്കും. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എത്ര ചോറാണോ മിക്സിയിലേക്ക് ഇട്ടേക്കണത് അതിന് ആവശ്യമുള്ള ഉപ്പും 1 സ്പൂണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ പത്തിരിയുടെയോ പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ ഇടാം. വറുത്തത് ആയിരിക്കണം, അതിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൊടി റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ച് നനയ്ക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. ഇത് പുട്ടിൻ്റെ പൊടിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് ഇടുക. അതിങ്ങനെ എത്ര ട്രിപ്പായിട്ടാണോ നമുക്ക് ചോറ് എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ചോറ് എടുത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രിഡ്ജിൽ വയ്ക്കരുത്, ഫ്രീസറിൽ തന്നെ വയ്ക്കണം. എന്നാലാണ് ഇങ്ങനെ പൊടിഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് ചോറ് പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. പൊടിയായിട്ട് കിട്ടണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താലാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ചോറ് ബാക്കി വന്നാലും കുഴപ്പമില്ല, നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചേക്കുക. ഫ്രീസറിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എപ്പോഴാണോ ഇത് പുട്ടുണ്ടാക്കാൻ പോണത് അതിന് കുറച്ച് നേരത്തെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുക. അപ്പോൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഐസ് പിടിച്ച് കട്ടയായിട്ടിരിക്കുന്നതെല്ലാം മാറിയിട്ട് ഇങ്ങനെ അലന്ന് സാധാ പോലെ ചോറ് പോലെ ആയിട്ടിരിക്കും. അതിലേക്ക് വെള്ളമൊഴിച്ച് 2 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നല്ല പോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുക. ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആ പിഴിഞ്ഞെടുത്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് പൊടിയും കൂടി ഇട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ സാധാരണ പോലെ തന്നെ കൈകൊണ്ട് നമ്മുടെ പുട്ടുകണയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് ഈ പൊടിയിട്ട് ഇടയ്ക്ക് വീണ്ടും തേങ്ങയിട്ട് അങ്ങനെ സാധാ പുട്ട് ചുടും പോലെ ചുട്ടെടുത്താൽ മതി. പിന്നെ ഇനി അത് വെള്ളമൊഴിച്ച് നനയ്ക്കൊന്നും വേണ്ട. നമ്മൾ മിക്സിയിൽ കറക്കി എടുക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പാകത്തിന് നനവും അതിനുണ്ടാവും. പിന്നെ വേറെ നനയ്ക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയാണ് ഈ പുട്ടുപൊടി ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെയാണ് കടല വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ, പുട്ടിന് കടലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടല വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ചിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 നുള്ള് മല്ലിപ്പൊടിയും കൂടി ചേർത്താണ് വേവിച്ചത്. പിന്നെ വെന്ത് വന്നതിന് ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റി വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഈ വേവിച്ച് വെച്ച കുക്കറിലുള്ള കടല അതിലേക്ക് തട്ടി ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി എണ്ണ തെളിയണ വരെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കടലക്കറിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ വേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ പുട്ടും കടലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. ഒരു സ്ഥലമല്ല, MG യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കോട്ടയത്ത് അങ്ങടേക്കാണ് പോണത്. അത് കോട്ടയത്തേക്ക് പോകണ്ട, അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏറ്റുമാനൂർ എത്തിയിട്ട് പിന്നെ അതിരമ്പുഴയിലാട്ടോ ഈ യൂണിവേഴ്സിറ്റി ഇരിക്കണത്. അപ്പോൾ അതിരമ്പുഴയിലാണ് പോണത്. കോട്ടയം എത്തണത് വരെ നമുക്ക് പോകണ്ട. അപ്പോൾ ആ പോകണ വഴിക്കുള്ള കാഴ്ചകളായിട്ടിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല നല്ല വീടുകളും നല്ല ചർച്ചുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഏരിയ. അപ്പോൾ നല്ല ആ വീടുകളൊക്കെ ആ ഏരിയയിൽ ഇരിക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കോട്ടയം പാലാ റൂട്ട് ആ വഴിയാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ മോളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി പോകണതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി വെരിഫൈ ചെയ്തിട്ട് കോളേജിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കേട്ടോ. വീടുകളാണെങ്കിലും നല്ല ചർച്ചുകളും സ്കൂളുകളൊക്കെ അതൊക്കെ കണ്ടങ്ങനെ പോവാണ്. MG യൂണിവേഴ്സിറ്റിയിൽ
ഞാനും ഇതിന് മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ഡിഗ്രിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് വേറൊരു ഒരു കഥയാണത്. അതിപ്പോൾ പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് വീഡിയോ തീർന്നു പോകും. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ടോ ഇപ്പോൾ പോയപ്പോൾ. ഇതിപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്താറായപ്പോഴത്തേനും ഉച്ചയായിട്ടോ. അപ്പോൾ നല്ല വിശപ്പായി. അപ്പോൾ എല്ലാവരും കൂടി എന്നാൽ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ കുറേ കറികളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ മീനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഊണൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഏക്കർ കണക്കിന് ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഓരോ ഓരോ കാര്യങ്ങൾക്കും ഓരോ ബ്ലോക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വണ്ടി ഇടാം, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഏരിയയിലാണ് ഞങ്ങൾക്ക് വരേണ്ടത്. ഇത് പരീക്ഷാ ഭവൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ വേണ്ടി വരുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഓരോ ബ്ലോക്കുകൾ, ഓരോ സെക്ഷനുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ വന്നിട്ട് പിന്നെ നമുക്ക് പോകേണ്ട സെക്ഷൻ വേറെ വേറെ ആയിട്ടോ. അപ്പോൾ ഒരു NH MH എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ 1 2 3 അങ്ങനെ ഞങ്ങൾക്ക് 14ാമത്തെ MH 14 അങ്ങനെ എന്തോ ഒരു സംഭവത്തിലായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ പിന്നെ അതിലേക്ക് ലിഫ്റ്റ് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചെല്ലേണ്ട സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഒട്ടും കോംപ്ലിക്കേഷനൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട്